ഇന്ന് നമ്മുടെ 95-ാമത്തെ എപ്പിസോഡാണ്. അതായത് ഇന്നലെ ചെയ്ത ഷോർട്ട് ഫിലിമും കൂടെ കൂട്ടി 95 കൂട്ടാം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇന്നലെ ചെയ്ത ഷോർട്ട് ഫിലിമിൻ്റെ കാരണം അതിൻ്റെ പിന്നാമ്പുറം കഥകളുമാണ്. ഞാൻ ആ ഷോർട്ട് ഫിലിം ഞാൻ ഒരിക്കലും ഒരു ഷോർട്ട് ഫിലിം ഒരു റീലോ ഒന്നും ഒരിക്കലും ചെയ്യരുതെന്ന് വിചാരിച്ചാണ്. കാരണം എൻ്റെ 2 മണിക്കൂറിൻ്റെ വർക്ക് ചെയ്യാം അടുത്ത്. കാരണം അതിൻ്റെ ഡെയിലി ഷൂട്ടിൻ്റെ 1 മിനിറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് ഡെയിലി പോസ്റ്റ് ചെയ്യാം. ചുമ്മാ ഒരു മണിക്കൂറെങ്കിലും ഒരു ദിവസം റഷസ് ഷൂട്ട് ചെയ്യുമല്ലോ. അതിന് 1 മിനിറ്റിൻ്റെ ഷോർട്ട്സ് എടുത്തിട്ട് എനിക്ക് കുറേ ദിവസത്തേനത് ഇത് ചെയ്യാമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, മൊബൈലിൽ എഡിറ്റ് ചെയ്യാം, മൊബൈലിൽ ഷൂട്ട് ചെയ്യാം. അത് വലിയ വില കൂടിയ മൊബൈലൊന്നുമല്ല എൻ്റെ. അത് 2 GB റാമേ ഉള്ളൂ. അത് വെച്ച് ഞാൻ ഇന്നലെ ചുമ്മാ ചെയ്യാൻ ശ്രമിച്ചതാണ്. ഒരു ഐഡിയ വന്നു, നേരത്തെ ഒന്ന് ചെയ്തതാണ്, കൊള്ളില്ലായിരുന്നു. അത് തന്നെ ആവശ്യം. അപ്പം ഞാനിവിടെ നിന്ന് ഒരാളെ വിളിച്ചു. എന്നിട്ട് അതിനകത്ത് ഞാൻ ഇന്നലെ ചെയ്തപ്പോൾ ഉപയോഗിച്ചിരുന്ന ആ കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് ഞാൻ ഇറങ്ങി അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പം എന്നെ കബളിപ്പിക്കുകയായിരുന്നു. കാരണം വലിയൊരു ഡയറക്ടറൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിലെ. അവിടെ ഉണ്ട്, ഞാനിപ്പോൾ വരും, വിളിച്ചാൽ അവിടെ വരും. ഞാൻ ചോദിച്ച് അഭിനയിക്കാം അതിനകത്തൊരു, എനിക്ക് പകരം ചെയ്യാമെന്ന് ചോദിച്ചത്. കാരണം അതൊരു അച്ഛൻ്റെ പ്രായമല്ല എനിക്ക്, അത് പുള്ളിയായിരുന്നെങ്കിൽ അച്ഛൻ്റെ പ്രായമാണ്. അപ്പോൾ എൻ്റെ മുഖത്തൊക്കെ പെയിൻറ്റ് പറ്റിയിരിക്കുക, അതുകൊണ്ട് പറ്റുകയായിരുന്നു. അത് ശരി ഞാൻ പറഞ്ഞു ചുമ്മാ മൊബൈൽ ആകെ 20 മിനിറ്റേ ഷൂട്ട് വരുള്ളൂ, അത് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞ് എൻ്റെ പ്രൊഡ്യൂസർ ലിയോയുടെ വീട്ടിൽ ചെല്ലാൻ പറഞ്ഞ് അവിടെ ഇച്ചിരി വർക്കിലാണെന്ന് പറഞ്ഞു. വേറെ വർക്കില്ല. അവിടെ ചെന്ന് ഞാൻ 1 മണിക്ക് വന്നപ്പോൾ ലിയോ അവിടെ വെച്ച് എന്നാ ഏട്ടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ വന്നതാ. അയ്യോ അവരെ പോയല്ലോ, പറഞ്ഞു വിട്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ലിയോയുടെ മോൻ അവിടെ നിൽക്കുന്നു. ഞാൻ ജസ്റ്റ് 5-6 മിനിറ്റ് കൊണ്ട് 2-3 ഷോട്ട്. കാരണം അപ്പുറത്തൊരു വെൽഡിങ് നടക്കുന്നുണ്ട്, ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ, അതിൻ്റെ ഒച്ചയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എടുത്താണ് ആ പയ്യൻ്റെ ഷോട്ടുകൾ. അത് ഏകദേശം ഒരു 6-7 അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് തീരും. അതാണ് എനിക്ക് ആവശ്യം, പയ്യൻ വേണമല്ലോ. ഞാനതുകൊണ്ട് തിരിച്ചെന്ത് ചെയ്തു, ഞാൻ അവിടെ നിന്ന് നടന്നിങ്ങനെ കുറേ ദൂരം വന്ന് എന്നെ ചെയ്യും ബാക്കിയാണ്. ഞാൻ നേരെ വീട്ടിൽ വന്നപ്പം അത് ഞാൻ തന്നെ മൊബൈലിൽ ഷൂട്ട് ചെയ്തു. അതുകൊണ്ടാണ് ക്യാമറ മൂവിൻ്റെ അത്ര ശരിയാണ്. എന്നിട്ട് ഞാൻ നേരെ എന്നെ മറ്റൊരു ചീറ്റ് ചെയ്തതാണ്. കാരണം അതിനകത്ത് അഭിനയിക്കാൻ ഒരാൾ എൻ്റെ ഒരു 4-5 ഷോർട്ട് ഫിലിമിൽ മെയിൻ റോൾ ചെയ്തതാണ്. അയാളെ വിളിച്ചാൽ വരുമല്ലോ എന്ന് വെച്ചു. പക്ഷേ ഇതിനൊക്കെ അയാൾ വിളിച്ച് മറ്റേ ആളോട് പറഞ്ഞു ചെല്ലരുത് എന്ന് പറഞ്ഞു. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഫീൽഡിൻ്റെ ഒരു പ്രശ്നമാണ്. കാണുമ്പോൾ ഭയങ്കര സ്നേഹമൊക്കെയാണ്, പക്ഷെ ചെയ്യുന്നത് ഇങ്ങനെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ പറഞ്ഞു കൊടുത്ത കാരണം ഞാൻ അറിഞ്ഞു. നമ്മുടെ ഒരു വലിയ വർക്ക് വരുന്നുണ്ട്, അതിനകത്ത് മെയിൻ റോള് ചെയ്യേണ്ട. അപ്പോൾ കുഞ്ഞു വർക്കിലൊന്നും അഭിനയിക്കുന്നത്. എൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ വെച്ചാൽ വേറെ വർക്ക് ഇദ്ദേഹത്തിന് കിട്ടുന്നതൊക്കെ. ഞാൻ പോട്ടെ, അങ്ങനെ ഇത് ചെയ്തു. ഇവിടെ വന്നപ്പോഴത്തേന് ഞാൻ നോക്കിയപ്പം എൻ്റെ ഷോട്ട് എടുക്കാൻ എന്ത് ചെയ്യും, ഞാൻ അതിനെന്ത് ചെയ്തു. അതിനുശേഷം ഞങ്ങളുടെ 3 പേരുടെ കമ്പൈൻ ഷോട്ട്, അതായത് കമ്പൈൻ ഷോട്ട് എന്ന് പറയും, അതൊന്നുമില്ല. കാരണം അത് കട്ട് ചെയ്തെടുത്തു. ഞാനിവിടെ വന്നു ഒരു 5 മിനിറ്റ് കൊണ്ട് എൻ്റെ അമ്മയുടെ ക്യാമറ എടുത്ത് ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ അമ്മയെ കൊണ്ട് ഷൂട്ട് ചെയ്തു. 74-75 വയസ്സുണ്ട്, കടമൊന്നും ശരിക്കും കാണത്തില്ല. എന്നിട്ട് ഞാൻ ബാക്കിയുള്ളത് ഞാൻ ഷൂട്ട് ചെയ്തു. അങ്ങനെ ഇട്ടു. അതായത് അങ്ങനെയും ചെയ്യാം ഷോർട്ട് ഫിലിം. എനിക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒരു 10 പൈസ മുടക്കില്ല, ഞാനങ്ങനെ ചെയ്തു. എന്നിട്ട് അതെന്ത് ചെയ്തു, പിന്നെ എന്തൊക്കെ ഫാൾട്ടുണ്ട്, മൊത്തം ഒരു 20 മിനിറ്റ് ഷൂട്ട് കൂട്ടിക്കും, മൊത്തം അവിടെ ചെയ്ത് ഇവിടെ ചെയ്യും കൂടെ. എന്നിട്ട് ഞാനിത് എഡിറ്റ് ചെയ്തു. ഞാൻ സത്യത്തിൽ ഇതുവരെ എൻ്റെ ഇതുപോലുള്ള പ്രോഗ്രാം അല്ലാതെ ഞാൻ ഇതൊക്കെ ചെയ്ത് വെച്ചാൽ അതേപടി പോസ്റ്റ് ചെയ്യുകയാണ്. ചിലതൊക്കെ ഇൻഷോട്ടിൽ വരും. അപ്പം അന്നേരമാണ് എഡിറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഞാൻ ഈ എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല, മ്യൂസിക് ഒന്നും പോസ്റ്റ് ചെയ്തത്. കാരണം ഇതിൻ്റെ തൊട്ട് മുമ്പ് ചെയ്തൊരു കുഞ്ഞു ഷോർട്ട് ഫിലിമിന് ഞാൻ ചേച്ചി 3500 രൂപയാണ് എഡിറ്റ് ചെയ്യാൻ മാത്രം. ഷൂട്ടിന് 3500 രൂപ, 4000 രൂപ മുടക്കി. ഇതിന് എനിക്ക് 1 രൂപ മുടക്കില്ല. ഞാനെന്ത് ചെയ്തു, ഞാൻ ഇൻഷോട്ടിലിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കി. അങ്ങനെ ചെയ്തൊരു 2-3-ാമത്തെ പ്രാവശ്യമാണ് ഇത് ഓക്കെ ആയത്. അന്നേരത്തേനും പയ്യൻ്റെ മോൻ്റെ കുഞ്ഞിൻ്റെ സൗണ്ട് ക്ലിയർ അല്ല, അത് പിന്നെയാണ് മനസ്സിലായത്. അത് ക്ലോസ് ഷോട്ട് എടുത്താൽ മതിയായിരുന്നു. അപ്പം ഞാനിത് 3-ാമത്തെ പ്രാവശ്യം എഫക്റ്റ് ചെയ്ത് അതിനകത്ത് ടൈറ്റിൽ ചെയ്ത്. ഇതൊക്കെ ഞാനും ആദ്യമായിട്ടാണ് ശരിക്കും ട്രൈ ചെയ്യുന്നത്. കാരണം 3500-5000 രൂപയൊക്കെ ചോദിക്കും ഇവർ. ചുമ്മാ 2.5 മിനിറ്റ് എങ്ങാണ്ടേ ഉള്ളൂ ഈ സാധനം. അതെ, 5 മിനിറ്റിനൊക്കെ എന്നോട് അങ്ങനെയൊക്കെ മേടിച്ചിട്ടുണ്ട് എല്ലാവരും. അതുകൊണ്ട് 1 രൂപ മുടക്കില്ലാതെ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാം. ഇതിനകത്ത് ഒത്തിരി ഉണ്ട്
വിഷ്വൽ എഫക്റ്റും മറ്റേ എഫക്റ്റുകളും ലാസ്റ്റ് വരുന്ന ഹൃദയം, അതായത് നിങ്ങൾക്ക് ഇത് ചെയ്യാം ഇങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തന്നാണത്. അങ്ങനെ കൂട്ടിയാൽ മതി. പിന്നെ ഒരു തീം കിട്ടി അങ്ങ് ചെയ്തേക്കാം ഒരു എപ്പിസോഡായിട്ട്, എങ്ങനെ വ്യൂ കിട്ടുമെന്ന് നോക്കി. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ എപ്പോഴും 10-40 ഗ്രൂപ്പിന് ഞാനിത് ഷെയർ ചെയ്യാറുള്ളൂ. 40, പക്ഷേ എനിക്ക് എങ്ങാണ്ട് 125ഓളം ഗ്രൂപ്പുകൾ അത് ഷെയർ ചെയ്തിട്ടുണ്ട്. അവരോടെ എനിക്ക് നന്ദിയുള്ളൂ. അതിനകത്ത് എൻ്റെ നാട്ടിലുള്ള ശരിക്കും പറയുകയാണെങ്കിൽ എനിക്കൊരു ജാതി സംഘടനയുടെ സപ്പോർട്ടില്ല. കാരണം എൻ്റെ മക്കളെ നോ കാസ്റ്റ് എന്ന് എഴുതി വളർത്തിയവനാണ് ഞാൻ, ജാതി ഇല്ലാതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ജാതി സംഘടനയില്ല, അങ്ങനെ ഒരു സപ്പോർട്ടില്ല. പിന്നെ രണ്ടാമത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സപ്പോർട്ടില്ല. അത് കാരണം എന്ന് പറഞ്ഞാൽ ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിൽ നിലവിലില്ല. ഞാൻ പണ്ടൊക്കെ ഉണ്ടായിരുന്നു, സജീവമായിട്ട് ഞാൻ ഇല്ല. പക്ഷേ എനിക്ക് അതുകൊണ്ട് തന്നെ ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും നല്ല ആൾക്കാർ തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഏത് ബേസിലാണ്, എനിക്ക് സൗഹൃദങ്ങളോട് ഞാൻ ചെറിയ തെറ്റ് കണ്ടാൽ ഞാൻ ആ സൗഹൃദം പിന്നെ തുടരില്ല. അതുകൊണ്ട് എനിക്കൊരു നല്ല സുഹൃത്തുക്കൾ കുറച്ച് പേരുണ്ട്. അതൊന്നുമല്ല 9 അല്ല 40 പേരുണ്ട് നല്ല സുഹൃത്തുക്കൾ. അങ്ങനെ അങ്ങനെ അതുകൊണ്ട് ഞാനിതെല്ലാം സ്വന്തമായിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു റിസ്ക് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഞാൻ അങ്ങനെ ഞാൻ 3 മണിക്കൂറോളം ഞാൻ ഇതിനൊരു സോഴ്സ്, ഞാൻ 2 റീലാണ് ഉദ്ദേശിച്ച് പോയത്. ഒരെണ്ണം ചെയ്യാനും പറ്റിയില്ല, അത് നാളെ മറ്റന്നാളെ ഞാൻ ചെയ്യും. അപ്പോൾ അങ്ങനെ അതുപോലെ നിങ്ങൾ കുട്ടികൾക്ക് ഇതുപോലൊക്കെ ചെയ്യാം. ഇൻഷോട്ടിന് അതിൻ്റെ അടിയിലുണ്ടല്ലോ, ഇൻഷോട്ടിലുണ്ട്, അതിനകത്ത് മ്യൂസിക്കുണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട് നിങ്ങൾക്ക്. അതുപോലെ തന്നെ VN-ലും ചെയ്യാം. 2 ഫ്രീ ആപ്പാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ ആദ്യത്തെ VN-ഉം ഡൗൺലോഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ ഇൻഷോട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യരുത്, കാരണം അത് സ്പോൺസറാണ്. ഈ രണ്ടാമത് കിടക്കുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. 3, 4, 5 ഒക്കെ കാണും, അതൊന്നും ചെയ്യരുത്, അതൊക്കെ നിങ്ങൾ പൈസ കൊടുക്കണം. ഇത് ഫ്രീ ആയിട്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇതുണ്ട്. അതിപ്പോൾ ഈ ഷോർട്ട് ഫിലിമിൻ്റെ പിന്നാമ്പുറമാണ് ഞാൻ പറഞ്ഞത്. 1 രൂപ മുടക്കാതെയാണ് ഞാനിതെല്ലാം ചെയ്തത്. അതിൻ്റെ പരാതിയും പരിമിതികളും ഉണ്ട് എനിക്കത്. അപ്പം അതൊന്നും നിങ്ങൾ കണക്കാണ്ട്. എന്നാലും ദൈവാനുഗ്രഹം കൊണ്ട് എന്ന് പറയാൻ, മതവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ദൈവവിശ്വാസിയാണ് കേട്ടോ. എന്ത് സാഹചര്യങ്ങളും നമ്മൾ ഒരുപാട് ഒരു കാര്യത്തെ ആഗ്രഹിച്ചാൽ നമ്മളെ തേടി അത് വരും. നമ്മൾ തേടി നടക്കുന്ന കാര്യം നമ്മളെ തേടി വരും, എന്താണോ അത്. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ തോറ്റു പോകില്ല എന്നുള്ളൊരു ഒരു മറ്റുള്ളവരുടെ ഉറപ്പൊന്നും വേണ്ട. നമുക്ക് തോക്കില്ല, മരണം ഒരിക്കലല്ലേ ഉള്ളൂ. ആ ഒരു ബോധത്തിലങ്ങ് നീങ്ങിയാൽ മതി. പിന്നെ നമ്മളെ സഹായിക്കാൻ ഒരു രക്ഷകനും വരില്ല കേട്ടോ. ലൈഫിൽ ഒരു രക്ഷകനും നമുക്കുണ്ടാകില്ല, നമ്മൾക്ക് നമ്മളെ ഉള്ളു രക്ഷകൻ. അത് ഓഷോ ആദ്യമായിട്ട് പറഞ്ഞത്. ഓഷോയുടെ നെഗറ്റീവുണ്ട്, പോസിറ്റീവായിട്ട് എടുത്താൽ മതി. പിന്നെ ആരും കടുക്കൽ ഉരുത്തന്ന് നിങ്ങളെ അഭിനയിക്കാനോ സംവിധാനമോ പഠിക്കാനോ ഒന്നും ആരും ഈ ലോകത്ത് വിടില്ല. അങ്ങനെ ഒരു കടുക്കൽ ഉരുത്തരാൻ ഒരുത്തരും കാണില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യുക. ഇപ്പം ഞാൻ ഈ ഷോർട്ട് ഫിലിമിൻ്റെ പരാധീനതകൾ ഇവനിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയാണോ ചെയ്തു വെച്ചേക്കുന്നത്, എന്നാലും അത് 1500 പേര് ഏകദേശം 20 മണിക്കൂർ കൊണ്ട് കണ്ടു. ഇവരാരും ലൈക്കും കമൻറ്റും ഒന്നും ഇടുന്നില്ല. ശരിക്കും ഞാനതിനകത്ത് പറഞ്ഞത് എനിക്ക് ഫോളോ ഫോളോ ചെയ്താകെ പുതിയതായിട്ട് 3 പേരാണ്. പഴയ 5000-ന് മേളിൽ ഇച്ചിരി കൂടെ കൂടുതൽ ഫോളോവേഴ്സുണ്ട്. അവർ കമൻ്റ് ഇട്ടു, മെസ്സഞ്ചറിലിട്ടു, അല്ലാതെ അതിൻ്റെ താഴെ ഇട്ടു. ലൈക്കുകൾ പോലും കുറവാണ്. എന്നാൽ ഡിസ്ലൈക്കെങ്കിലും ചെയ്യണ്ടേ. കാരണം എന്ന് പറഞ്ഞാൽ അവർ ആരൊക്കെയാണെന്ന് എനിക്കറിയാം. കാരണം ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പഞ്ചായത്തിൻ്റെ ഇത് ഒരു ചാനൽ, ന്യൂസ് ചാനൽ അല്ലെങ്കിലും അതിനൊരു പവറുണ്ട്. നിങ്ങൾ കുട്ടികളാണേലും വലിയവരാണേലും ഇതൊക്കെ ഇങ്ങനെ ചെയ്യണമെന്ന് അറിയിക്കാൻ വേണ്ടി, എങ്ങനെ ചെയ്യാം എന്നറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു എപ്പിസോഡ് ചെയ്യുന്നുള്ളൂ. അപ്പം അതായിട്ട് കൂട്ടിയാൽ മതി. പരിമിതികൾ 1 രൂപ മുടക്കാതെ അത്രയൊക്കെ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് വീട്ടിലിരുന്ന്. പിന്നെ ഞാൻ ഈ രാത്രിയിൽ ആണ് ഇതെല്ലാം പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ചോദിക്കും ഉറക്കമില്ല എന്ന് വെച്ചാൽ ആ സമയത്ത് വിളിച്ചല്ല മെസ്സേജ് ഇടും. കാരണം എനിക്ക് ഒരു 12 മണിക്ക് ഇത് പോസ്റ്റ് ചെയ്താലേ തലേദിവസം നെറ്റ്, എനിക്ക് സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്നതിനേക്കാൾ 5 ഇരട്ടി നെറ്റ് ഒരു ദിവസം വേണം. പിന്നെ 12, 5, 6 ആകുമ്പോഴത്തേനും അടുത്ത നെറ്റ് കിട്ടും. അപ്പോൾ അതും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഇത് യൂട്യൂബിലും ഇത് ഫേസ്ബുക്കിലും ഇത് ഇൻസ്റ്റയിലും എനിക്ക് പോസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. നമ്മളോരോ എല്ലാം കണക്ക് കൂട്ടി വെൽ പ്ലാൻഡ് ആയിട്ട് തന്നെ. ഞാൻ വീട്ടിലൊരു ദിവസം റെസ്റ്റ് എടുക്കണമെന്ന് വെച്ചാൽ അതും പ്ലാൻ ചെയ്ത് തന്നെ ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ
ഈ ഫേസ്ബുക്കിൽ നിന്നുള്ള വരുമാനം ഒന്നും അല്ല നിങ്ങൾ നോക്കണ്ടേ. എൻ്റെ ലൈഫിൽ എല്ലാം ഞാനിങ്ങനെ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് എനിക്കെല്ലാം കിട്ടുന്നത്. എല്ലാം എനിക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എവിടെ നിന്ന് കിട്ടുന്നതും സാമ്പത്തികമായിട്ട് എല്ലാ രീതിയിലും കിട്ടുന്ന നേട്ടങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളോട് വീണ്ടും പറയുകയാണ്, നിങ്ങൾ ഫേസ്ബുക്കിൽ നിങ്ങൾ ശ്രമിക്കണം. നിങ്ങൾ വിചാരിക്കുന്നില്ല ഇനി ഇതൊക്കെയാണ് നിങ്ങളെ കീഴടക്കാൻ പോകുന്നത്. ആ ഒരു ഓർമ്മ നിങ്ങൾക്ക് വേണം. നിങ്ങൾ വിചാരിക്കുന്ന പോലൊന്നും അല്ല കാര്യങ്ങൾ. നിങ്ങൾ ഈ ഫേസ്ബുക്ക് ഉപയോഗിക്കണം, ഇൻസ്റ്റ ഉപയോഗിക്കണം, യൂട്യൂബ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്ത എപ്പിസോഡിൽ കാണാം.